കുട്ടനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയെയും റവിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭിച്ചില്ലെന്ന് റെജി ചെറിയാൻ MLA തുറന്നടിക്കുന്നു. പരസ്യ വിമർശനത്തിന് പിന്നാലെ കുട്ടനാട്ടിലേക്ക് നാളെ എത്തുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി M ലിജു ഇന്ന് വൈകിട്ടോടുകൂടി എത്തും. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. റവന്യൂ മന്ത്രിയെ വിളിച്ചു, കിട്ടിയില്ല. മുഖ്യമന്ത്രിയും രാവിലെ പുള്ളിയുടെ നമ്പറിൽ ഞാൻ വിളിച്ചു, കിട്ടിയിട്ടില്ല. M ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയും വിളിച്ചു. അവരപ്പം ക്യാബിനറ്റ് മീറ്റിംഗിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിംഗിൽ കയറി. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങിയ ഉടനെ എന്നെ തിരിച്ചു വിളിക്കണം, കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അത് ക്യാബിനറ്റ് ഉള്ളപ്പോഴും അദ്ദേഹം വിളിച്ചു ആണ്. അതെ, ഇപ്പം ഞാനിപ്പോൾ ലിജുവിന്റെ മന്ത്രി ലിജുവിന്റെ ആലപ്പുഴയിലുള്ള ചാർജുള്ള മന്ത്രി അദ്ദേഹം കൂടിയ 2 യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇപ്പൊ അദ്ദേഹം വിളിച്ചത് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്യാബിനറ്റ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ലിജുവിന്റെ ഫോണിലെ നമ്പർ കിടക്കുന്നുണ്ട്. രാവിലെ 8:39 കുട്ടനാട് MLA മുഖ്യമന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചത്. പക്ഷേ ക്യാബിനറ്റ് യോഗം ആരംഭിച്ചത് രാവിലെ 9 മണിക്കാണെന്നാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും വീണ്ടും ചേരുകയാണ്. മനീഷ്, ഇന്നലെ റാന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു പ്രയോഗമുണ്ടായിരുന്നു. ജനപ്രതിനിധികൾ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. MLA വിളിച്ചിട്ട് മുഖ്യമന്ത്രിയെ കിട്ടുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ അതിന് പറയുകയാണ് ക്യാബിനറ്റിലായിരുന്നു എന്ന്. എന്നിട്ടൊരു ചിരിയും ചിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഇതെന്തെങ്കിലും ഒരു തമാശയൊന്നും അല്ലല്ലോ ഇത്രയും ചിരിക്കാൻ എന്ന് സ്വാഭാവികമായും നമുക്കൊക്കെ തോന്നും. ഇത് വിമർശിക്കേണ്ട ഒരു ഘട്ടവുമാണ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഫോൺ എടുത്തില്ല എന്നുള്ളതൊരു ചോദ്യം തന്നെയാണല്ലോ മനീഷ്. അത്തരമൊരു ഘട്ടത്തിലല്ലേ ഇപ്പൊ നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത്? അതെ റോഷ്നി, കുട്ടനാട് MLA റെജി ചെറിയാൻ കൊളുത്തിവിട്ട ഒരു രാഷ്ട്രീയ വിവാദം കൂടിയായിരുന്നു. മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും തന്റെ ഫോൺ കോൾ എടുത്തില്ല. കാരണം അദ്ദേഹം വിളിച്ചത് അദ്ദേഹത്തിന്റെ സ്വകാര്യമായ എന്തെങ്കിലും കാര്യം പറയാനല്ല, കുട്ടനാടിന്റെ സ്ഥിതിഗതി വിവരങ്ങൾ അദ്ദേഹത്തെ ബോധിപ്പിക്കാനും എന്താണ് നടപടിക്രമങ്ങൾ, ഈ തോട്ടപ്പള്ളിയിലടക്കമുള്ള കെടുകാര്യസ്ഥതയിൽ എന്ത് കാര്യങ്ങളായി മുന്നോട്ട് പോകും എന്നതടക്കമുള്ള ആശങ്ക പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കുട്ടനാട് MLA റെജി ചെറിയാൻ രാവിലെ മുതൽ വിളിച്ചത്. 8:39 അവസാനമായി വിളിക്കുമ്പോഴും 9 മണിക്കത്തെ മന്ത്രിസഭാ യോഗം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലാണ്. ആ സെക്രട്ടേറിയറ്റിൽ 9 മണിക്ക് മുഖ്യമന്ത്രി VD സതീശൻ ആ യോഗത്തിന് തൊട്ടു മുൻപ് മാത്രമാണ് എത്തുന്നതെന്നാണ് നമുക്ക് തിരുവനന്തപുരത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ 9 മണിക്ക് മുൻപ് മാത്രം, തൊട്ടു മുൻപ് മാത്രം എത്തിയ VD സതീശൻ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് 8:39 വിളിച്ചപ്പോൾ താൻ ക്യാബിനറ്റ് യോഗത്തിലാണെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ വിവരങ്ങൾ വെച്ച് ആണെങ്കിൽ മുഖ്യമന്ത്രി VD സതീശൻ അന്ന് ആ സമയത്ത് ക്യാബിനറ്റ് യോഗത്തിലല്ല. ഒരുപക്ഷെ അദ്ദേഹം വേറെ ഏതെങ്കിലും സൂം മീറ്റിംഗിലോ അല്ലെങ്കിൽ വാഹനയാത്രയിലോ ആയിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ക്യാബിനറ്റിലായിരുന്നു എന്നാണ്, സെക്രട്ടേറിയറ്റിനുള്ളിലെ ക്യാബിനറ്റിലായിരുന്നു. പക്ഷേ അദ്ദേഹം അങ്ങനെ പറയുന്നത് നുണയാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ യോഗം തുടങ്ങിയത് 9 മണിക്കും റെജി ചെറിയാൻ വിളിച്ചത് 8:39 ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ നിന്നും എത്തുന്ന വെള്ളം, അത്രയും വലിയ ജലം നേരെ ഒഴുകിയെത്തുന്നത് അപ്പർ കുട്ടനാട്ടിലേക്കാണ്. അത് കുട്ടനാട്ടിലേക്കാണ്, തോട്ടപ്പള്ളി വഴിയാണ് പോകുന്നതെന്ന് അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി VD സതീശൻ. VD സതീശന് കൃത്യമായി അറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ. കാരണം 2018 പ്രളയകാലത്തും സമാനമായ രീതിയിൽ കുട്ടനാട്ടിലെ പല പ്രദേശങ്ങളും മുങ്ങിയതാണ്. അന്നും തോട്ടപ്പള്ളി പൊഴിമുഖം വഴി വെള്ളം ഒഴുകിപ്പോയതാണ്. പിന്നീട് തോട്ടപ്പള്ളി കേന്ദ്രീകരിച്ച് പല വിവാദങ്ങളും മണൽ കടത്തും കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ടും ഉണ്ടായതാണ്. അപ്പോഴൊക്കെ തന്നെ VD സതീശൻ അറിയാം, ഈ കൃത്യമായ വിവരം അദ്ദേഹത്തിന് അറിയാം, എങ്ങനെയാണ് ആ വെള്ളം ഒഴുകിപ്പോകുന്നത്, അതിന് തടസ്സം നേരിട്ടാലുള്ള പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമുള്ള ആൾ. അങ്ങനെയുള്ളപ്പോഴാണ് അദ്ദേഹം ഇന്നലെ പത്തനംതിട്ട വന്നപ്പോഴും അപ്പർ കുട്ടനാട്ടിലേക്ക് വന്നില്ല എന്നത് ഒരു പരാതിയായി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വലിയ ആക്ഷേപം നിലനിൽക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് കുട്ടനാട് MLA വലിയ ഒരു ആശങ്ക പങ്കുവയ്ക്കാൻ രാവിലെ മുതൽ വിളിക്കുന്നു. 8:39 അവസാനത്തെ കോൾ വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്നത് അദ്ദേഹം ക്യാബിനറ്റിലായിരുന്നു എന്നാണ്. മുഖ്യമന്ത്രി മാത്രമല്ല, റവന്യൂ വകുപ്പ് മന്ത്രിയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി M ലിജുവും ഫോൺ എടുത്തില്ല എന്നതാണ് ശ്രദ്ധേയം. നേരത്തെയും ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ കുട്ടനാട് താലൂക്കിന് അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞതിനെതിരെ പിന്നീട് VD സതീശൻ നടത്തിയ പരാമർശമടക്കം പരസ്യമായി, അതായത് രഹസ്യമായി പറഞ്ഞൊരു പരാമർശം, അത് പരസ്യമായി വന്നത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ റെജി ചെറിയാൻ MLA തന്റെ കോൾ എടുത്തില്ല എന്ന് പരസ്യപ്പെടുത്തുന്നതും പിന്നീട് മുഖ്യമന്ത്രി അതിന് വിശദീകരണം നൽകുന്നതും. പിന്നീട് അന്വേഷിച്ചപ്പോൾ മുഖ്യമന്ത്രി ആ കോൾ എടുക്കാതിരുന്നത് മനഃപൂർവ്വമാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു എന്ന് പറയുന്നത് കളവാണോ എന്ന സംശയം ഉയരുന്നത്. റോഷ്നി.
തീർച്ചയായും മനീഷ് മഹിപാൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിന്റെ MLA എത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയം പറയാനായിരിക്കും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുന്നുണ്ടാവുന്ന ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലെ. അപ്പോൾ ഫോൺ എടുക്കുന്നില്ല, അത് വളരെ ഇനി സ്വാഭാവികമാണെന്ന് തന്നെ ഇരിക്കട്ടെ. എന്തെങ്കിലും തിരക്കുകൾ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് തിരിച്ചു വിളിക്കാവുന്നതുമൊക്കെയാണ്. ക്യാബിനറ്റാണ് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ക്യാബിനറ്റിന്റെ സമയം നോക്കുമ്പോഴും അതങ്ങ് ശരിയാവുന്നില്ല. അദ്ദേഹം എന്തോ തമാശ പറയുന്നത് പോലുള്ള തരത്തിലാണ് അതിനോടൊരു മറുപടി പോലും പറയുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലിരുന്ന്.